സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം എന്ന അപൂർവ രോഗത്തിലെ ഗുരുതരമായ വകഭേദമാണ് നിഹാനയെ ബാധിച്ചതെന്ന് കൊച്ചി ഗിരിധർ ആശുപത്രിയിലെ കോർണിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിനയ് പറയുന്നു. മരുന്നുകളുടെ പാർശ്വഫലമായാണ് ഈ രോഗം വരുന്നത്. പാരസെറ്റമോളിൽ നിന്ന് പോലും ഇതിന് സാധ്യതയുണ്ടെന്നും ഡോക്ടർ വിനയ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഡോക്ടർ വിനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിഹാനയെ ഇപ്പോൾ ചികിത്സിക്കുന്നത്. കൊല്ലത്ത് അപൂർവ രോഗം ബാധിച്ച 9 വയസ്സുകാരി നിഹാനയെ കൊച്ചി ഗിരിധർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടർ ടിവിയാണ് ഈ കുട്ടിയുടെ ദുരവസ്ഥ പുറത്തുവിട്ടത്. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ടാണ് ഇപ്പോൾ ഗിരിധർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യം ഒരുങ്ങിയിരിക്കുന്നത്. ഈ നിഹാനയ്ക്ക് ചികിത്സ നൽകുന്നത് കോർണിയ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വിനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഡോക്ടർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നിലവിൽ കുട്ടിയുടെ സാഹചര്യം എന്താണ്? ഞങ്ങളിപ്പോൾ കണ്ടു കുട്ടിയെ. ഇത് ഈ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസിലെ ദ മോസ്റ്റ് സിവിയർ ഫോമാണ്. വാട്ട് ഈസ് കോൾഡ് ആസ് ടോക്സിക് എപ്പിഡെർമോനെക്രോലൈസിസ് എന്ന് പറയും. അപ്പം അത് കാരണമുള്ള ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പോൾ ഉള്ള കണ്ണിലുള്ള. അപ്പോൾ ഇപ്പം കുട്ടിക്കാണെങ്കിൽ ലൈറ്റ് കാണാൻ പറ്റുന്നില്ല, നല്ല ഫോട്ടോഫോബിയ എന്ന് പറയില്ല, വെളിച്ചം കാണാൻ ബുദ്ധിമുട്ട്, അതും ഡ്രൈനെസ്സും വേറെ ഫീച്ചേഴ്സും കൊണ്ടാണ്. ആ ഫോട്ടോഫോബിയ കാരണം നമുക്കിപ്പോൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടിയല്ലേ, അപ്പം അത് കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് ഫോഴ്സ് ചെയ്ത് പറ്റത്തില്ല. അഡൾട്ട്സ് ആയിരുന്നെങ്കിൽ അവർ കോപ്പറേറ്റ് ചെയ്യും എക്സാമിൻ ചെയ്യും. ഇത് പറ്റാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടൊരു പ്രോപ്പർ എക്സാമിനേഷൻ വേണം. അപ്പം അത് ഇറ്റ് ഹാസ് ടു ബി ഡൺ അണ്ടർ അനസ്തീഷ്യ. അപ്പം ഇന്ന് വൈകിട്ടത്തോടു കൂടി അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അനസ്തീഷ്യയിൽ ഫുൾ ഒരു എക്സാമിൻ ചെയ്യണം. എന്നിട്ടാണ് ഫർദർ ട്രീറ്റ്മെൻറ്റ് എന്താ വേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്യുക. അപ്പോൾ കണ്ണിൻ്റെ സ്ഥിതി എങ്ങനെയാണ്, എന്തുണ്ട്, എത്രത്തോളം സ്കാറിങ് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫർദർ മാനേജ്മെൻറ്റും ട്രീറ്റ്മെൻറ്റും സർജിക്കൽ ഓപ്ഷൻസും ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം എന്ന് പറയുന്ന രോഗാവസ്ഥ തന്നെ അപൂർവമാണ്. അതിൽ ഏറ്റവും സിവിയർ സ്റ്റേജ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനത്തെ കേസസ് വരാറുണ്ടോ ഈ റീസെൻ്റ്ലി? ഉണ്ട്, ഞങ്ങൾക്ക് വരാറുണ്ട്. ബട്ട് ദെൻ ഇറ്റ് ഈസ് അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡിസീസ് അല്ല. ഇറ്റ്സ് എ ലിറ്റിൽ റെയർ ഡിസീസ്. അപ്പം ഇതിനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആണ്, ഡ്രഗ്സ് കൊണ്ടാണ് വരുന്നത്. വേറൊരു റീസൺ എന്ന് പറയുന്നത് വെറും വൈറൽ ഇൻഫെക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും വരാം. അപ്പം ഏത് മരുന്ന് കൊണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. സാധാരണ ഡ്രഗ് അലർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രഗ് കൊടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെദർ ഒരു സ്റ്റീവൻ ജോൺസൺസ് ഡെവലപ്പ് ചെയ്യുമോ ഇല്ലയോ. ഏത് മരുന്നിനും വരാം ഇത്. നമ്മൾ സാധാരണ കഴിക്കുന്ന പാരസെറ്റമോൾ മുതൽ അങ്ങറ്റം വരെ ഏത് വേണോ വരാവുന്നൊരു പ്രോബ്ലമാണിത്. പലതും നമുക്ക് ട്രീറ്റ് ചെയ്ത് ഒരളവ് വരെ ശരിയാക്കാൻ പറ്റും, പലതും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ദെർ ആർ പീപ്പിൾ നമ്മുടെ സ്റ്റേറ്റിൽ ഹു ഹാവ് വെരി സിവിയർ ഫോം. വളരെ മോശപ്പെട്ട സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. അവർ വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഉടനെ തന്നെ കുട്ടിയെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാതെ. അതെ, ശുഭാപ്തി വിശ്വാസം. അതെ. എന്തായാലും 9 വയസ്സ് മാത്രമാണ് നിഹാനയുടെ പ്രായം. കളിച്ച് ചിരിച്ച് നടക്കേണ്ട കൂട്ടുകാർക്കും ക്ലാസ്സിൽ പോകേണ്ട ഒരു 4ാം ക്ലാസ്സുകാരിയാണ്. ആ കുട്ടിക്കാണ് വെളിച്ചം പോലും കാണാൻ കഴിയാതെ മുറിയുടെ അകത്ത് അടച്ചുപൂട്ടിയിരിക്കേണ്ട അവസ്ഥയിൽ ഉള്ളത്. എന്തായാലും ഡോക്ടർ വിനയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ചികിത്സയിൽ നിഹാന കൂടുതൽ വെളിച്ചമുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ഉടനെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.